ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ കാതോലിക്കായി വാഴിക്കുന്നത് അഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായിട്ടുള്ള ഇഗ്നാത്യോസ് അഫ്രേം ദിദിയൻ പാത്രിയാർക്കീസ് ബാവയാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചവരാണ്. അസിഫിന് വരുന്നത് അവർ വെളിയിൽ ഒരുമിച്ച്. അതെ. അവർ അയർലൻഡിലെ സെമിനാരിയിൽ വൈദിക പഠനകാലത്ത് അവർ ഒരുമിച്ച് പഠിച്ചതാണ്. അവർ ഒരു മുറിയിൽ താമസിച്ചിരുന്നവരാണ്. ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരുന്നതാണ്. ദേവശാസ്ത്രത്തെപ്പറ്റി ആഴത്തിലുള്ള അറിവ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ സംബന്ധിച്ചുണ്ട്. അതേപോലെ തന്നെ പാത്രിയാർക്കീസ് ബാവയെ സംബന്ധിച്ചുമുണ്ട്. ആ അറിവ് അവർ ഒരേ സമയത്ത് ആർജിച്ചെടുത്തവരാണ് എന്നുള്ള അപൂർവതയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾക്ക് പട്ടം കൊടുക്കുകയല്ല വാഴിക്കുന്നത്. കാതോലിക്കായി വാഴിക്കുന്ന പാത്രിയാർക്കീസ് ബാവ എന്ന് പറയുന്നത് വ്യക്തിപരമായ സുഹൃത്തുക്കളാണ് എന്നുള്ള ഒരു അപൂർവത കൂടി ഈ ചടങ്ങിനെ സംബന്ധിച്ചുണ്ട്. ബെയ്റൂട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ന്യൂസ് മലയാളത്തിൻ്റെ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. അവിടെ മറ്റു വൈദികർ, സഹകാർമ്മികരായിട്ടുള്ള വൈദികർ ഉൾപ്പെടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 8:30 കുർബാന ആരംഭിക്കുകയും കുർബാന മധ്യത്തിൽ വെച്ചാണ് ഈ വാഴിക്കൽ ചടങ്ങ്, സ്ഥാനമേൽക്കൽ ചടങ്ങ്, കാതോലിക്ക വാഴിക്കൽ ചടങ്ങ് നടക്കുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, യാക്കോബായ സഭ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി സംഘം വി മുരളീധരൻ്റെ നേതൃത്വത്തിലും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധി സംഘം മന്ത്രി പി രാജീവിൻ്റെ നേതൃത്വത്തിലും അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആസിഫ്, ഞാൻ ഈ സഭാ അധ്യക്ഷന്മാരുടെ പ്രായമൊക്കെ നേരത്തെ ഒന്ന് പരിശോധിച്ചിരുന്നു. അപ്പോൾ കൗതുകരമായൊരു കാര്യം കണ്ടെത്തി. നിലവിലുള്ള സഭാധ്യക്ഷന്മാരിൽ കേരളത്തിലെ വലിയൊരു വിഭാഗമാണല്ലോ ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്നത്. സഭാധ്യക്ഷന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സഭാ മേലധ്യക്ഷനാവാൻ പോവുകയാണ് ബസേലിയോസ് ജോസഫ് എന്ന പേരിൽ അഭിഷിക്തനാവാൻ പോകുന്ന ഇപ്പോൾ ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹത്തിൻ്റെ നിലവിലെ പ്രായം 64 വയസ്സാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാവയായിട്ടുള്ള ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 76 വയസ്സുണ്ട്. സിറോ മലബാർ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിന് 68 വയസ്സുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ, അദ്ദേഹം ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നുണ്ട്, സഹകാർമ്മികനായി കൂടി പങ്കെടുക്കുന്നുണ്ട്. ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവയ്ക്ക് 65 വയസ്സാണ്. നിലവിലെ ഈ നിയുക്ത കാതോലിക്കയേക്കാൾ 1 വയസ്സ് കൂടുതൽ. മാർത്തോമ സഭയുടെ മെത്രാപ്പോലിത്തയായിട്ടുള്ള മാർത്തോമ മെത്രാപ്പോലിത്ത തിയോഡീഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്തയ്ക്ക് 76 വയസ്സുണ്ട്. റോമൻ കത്തോലിക്ക സഭയുടെ ആഗമാന കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇതെല്ലാം സഹോദരി സഭകൾ അല്ലെങ്കിൽ പോലും പല വിശ്വാസധാരയിലുള്ള സഭകളാണല്ലോ. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 88 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെല്ലാം മാറി വന്നതിൻ്റെ ഒരു സന്തോഷ വാർത്ത കൂടി കഴിഞ്ഞ ദിവസം വന്നിരുന്നു. കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപത, റോമൻ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട രൂപത എന്ന് പറയുന്നത് വരാപ്പുഴ അതിരൂപതയാണ്. വരാപ്പുഴ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാപ്പോലിത്തയ്ക്ക് 72 വയസ്സാണ് പ്രായമുള്ളത്. അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സഭാധ്യക്ഷനെയാണ്. അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വൈദികരിൽ ചെറുപ്പമാണല്ലോ, 64 വയസ്സ് എന്ന് പറയുന്നത് വൈദിക വൃത്തിയിൽ ചെറുപ്പമാണല്ലോ. ആ ചെറുപ്പം ഈ സഭയെ സംബന്ധിച്ച് ഇനിയുള്ള പോരാട്ടത്തിൻ്റെ നാളുകൾ, അല്ലെങ്കിൽ സഭയിൽ സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ആ കാലഘട്ടത്തിൽ എത്രത്തോളം ഗുണകരമായി വരുമെന്നാണ് ആസിഫ് നമുക്ക് വിലയിരുത്താനാണ്. ബില്ലിൽ സൂചിപ്പിച്ചു, അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിയതെല്ലാം അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ പ്രായത്തിലാണ്. 33-ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ ദിവസം മാർച്ച് 25 എന്ന് പറയുന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. അതും ഇത് ബില്ലിൽ ചൂണ്ടിക്കാണിച്ചവരാണ്. ശമാശപ്പെട്ട എത്തിയത് മാർച്ച് 25-നാണ്. വൈദികനായത് മാർച്ച് 25-നാണ്. ഇപ്പോൾ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തുന്നത് മാർച്ച് 25-നാണ്. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 25 എന്ന് പറയുന്ന ആ ദിവസം വളരെ പ്രധാനപ്പെട്ട ദിവസമായി തന്നെ നമുക്ക് കരുതാം. മാതാവിൻ്റെ തിരുനാൾ. അതെ. ഇന്ന് രാവിലെ അവിടെ ആ ശുശ്രൂഷകളടക്കം പങ്കെടുത്തതിന് ശേഷമാണ് ഇന്ന് അതേ കത്തീഡ്രലിൽ ഈ ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകതകൾ കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനത്തിലേക്ക് എത്തുകയാണ്. പക്ഷേ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലത്താണ് അദ്ദേഹം ഈ സഭയുടെ ഉന്നത സ്ഥാനത്തേക്ക് എത്തുന്നതുള്ളതും ഉണ്ട്. അദ്ദേഹം ആ വെല്ലുവിളിയിൽ കൂടെ തന്നെയാണ് കടന്നു വന്നിട്ടുള്ളത്. അത് ഇനിയുള്ള കാലത്ത് അത് കൂടുതൽ നയിക്കാൻ അദ്ദേഹത്തിന് ആ വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ട് വേണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. ഓക്കെ ആസിഫ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാനാവുന്നത് പോലെ തന്നെ കൂടുതൽ പിതാക്കന്മാർ, ബിഷപ്പുമാർ ഉൾപ്പെടെ അവർ എത്തിച്ചേർന്നിരിക്കുന്നു. മലങ്കര കത്തോലിക്ക സഭയുടെ കാതോലിക്കായിട്ടുള്ള കർദിനാൾ മാർ ക്ലീമീസ് കാതോലിക്ക ബാവയെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലതുഭാഗത്തെ ആ സീറ്റിൽ ഇരിക്കുന്ന കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയാണ്.
അവിടെ പ്രാർത്ഥന തുടങ്ങുന്നതിൻ്റെ അറിയിപ്പ് ഉൾപ്പെടെ സെന്റ് മേരീസ് ദേവാലയത്തിൽ ബെയ്റൂട്ടിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയുള്ള അച്ചാനയിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ പ്രാർത്ഥന തുടങ്ങുന്നതിൻ്റെ അറിയിപ്പുകളും അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ പാത്രിയാർക്കീസ് ബാവ ഉൾപ്പെടെ അവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കൂടുതൽ വൈദികർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. من امام كنيسه السيده العذراء بالعطشان بلبنان. هذا الطقس اللي رح يتم بحضور رؤساء الكنائس والطوائف المسيحيه وايضا شخصيات رسميه من نواب ووزراء بالدوله اللبنانيه وايضا كليروس والشعب المؤمن القادم من مختلف المناطق في الهند وايضا لبنان استراليا امريكا سوريا ومختلف الدول لحضور طقس رسامه غبطه المفريان مار باسيليوس جوزيف. عمي خونا حزويت سوبورو تي في مقوم ديعي توديول دا صالوه مريم بيعطشان بلبنان تحوزين عم حدود وتقصو ديمة تسرحونوسو تبصونوسه دو مفريونو مور باسيليوس جوزيف دكتوه مفريونو ليعيتو سرييتو ارتودكسويتو بو اسرود هندو دكتيو اعدو معليوسهد مور غريغوريوس جوزيف وتكسانو مطايب ابي الريشون داعي تاووسو مشي حويه توب اوكليروس احسايو معالايو ديعيتو سرييتو ارتودكسويتو. പ്രധാനപ്പെട്ട അറിയിപ്പാണ് ആസിഫ് ഇപ്പോൾ അറിയിച്ചത്. എനിക്ക് മനസ്സിലാകുന്ന സുറിയാനി അനുസരിച്ച് സുറിയാനിയിലാണ് അനൗൺസ്മെന്റ് നടക്കുന്നത്. ബസേലിയോസ് ജോസഫ് എന്ന പേരിൽ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ അഭിഷിക്തനാക്കുന്ന ചടങ്ങാണ് അച്ചാനയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിൽ വെച്ച് നടക്കുന്നത് എന്നാണ് അപ്പോൾ അനൗൺസ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. പാത്രിയാർക്കീസ് ബാവയുടെ പേരുൾപ്പെടെ പറയുകയും ചെയ്തിരിക്കുന്നു. കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ട്. സിറിയൻ ഭാഷ നന്നായിട്ട് അറിയാവുന്ന വൈദികൻ നമ്മളോട് അല്പസമയം ചേരും. അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകൾ കൃത്യമായി അവിടെ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യമാണ്. ഉറപ്പായും വ്യക്തമായും അത് ഭാഷയുടെ അതിർവരമ്പുകളെ കൂടി നമുക്കത് കൃത്യമായി പ്രേക്ഷകരിലേക്ക് കൂടി എത്തിക്കാൻ സാധിക്കും. പക്ഷേ മലയാളത്തിലും കൃത്യമായ രീതിയിൽ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാത്രിയാർക്കീസ് ബാവയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മലയാളത്തിൽ പ്രാർത്ഥന ചൊല്ലാൻ അറിയുന്ന ആൾ കൂടിയാണ്. മാത്രമല്ല ഇന്നലെ ജോസഫ് മോർ ഗ്രിഗോറിയോസ് സെന്റ് മേരീസ് കത്തീഡ്രലിൽ പങ്കെടുത്ത പ്രാർത്ഥനയിൽ അദ്ദേഹം മലയാളത്തിൽ കൂടി പ്രാർത്ഥിച്ചിരുന്നു അവിടെ എന്നുള്ളതുകൊണ്ട് അത് ഇന്നലെ അവിടെ അതും ഉണ്ടായിരുന്നു. അദ്ദേഹം മലയാളത്തിലാണ് അദ്ദേഹം. യാക്കോബായ സഭയുടെ കുർബാന ക്രമം അല്ലെങ്കിൽ പ്രാർത്ഥനാ ക്രമം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് തന്നെ ഈ ഭാഷകളെ എല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. അതിന്റെ പൂർണ്ണമായ മലയാള പരിഭാഷകൾ ഉണ്ട്. ഇപ്പം ഇതേ ആരാധനാ രീതി തന്നെയാണല്ലോ മലങ്കര സഭയുടെ മറ്റൊരു ഭാഗമായിട്ടുള്ള ഓർത്തഡോക്സ് സഭ പിന്തുടരുന്നത്. അവരെ സംബന്ധിച്ച് അവർ ഈ ക്രമങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി മലയാളത്തിലേക്ക് പരിഭാഷ നടത്തി. അവരുടെ കാതോലിക്ക വാഴ്വ് എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പായിരുന്നു പുതിയ കാതോലിക്ക ബാവ ഉണ്ടായത്. മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പരുമലപ്പള്ളിയിൽ വെച്ച് അഭിഷിക്തനായപ്പോൾ പൂർണ്ണമായ ചടങ്ങുകൾ സുറിയാനിയിലും മലയാളത്തിലുമായിരുന്നു. അപ്പോൾ ആ യഥാർത്ഥത്തിൽ മലങ്കര അന്ത്യോക്യ മലങ്കര ബന്ധം, മലങ്കര എന്ന് പറയുന്നത് തന്നെ മലകളുടെ കരയാണ്. മാർത്തോമാ സ്ലീഹായുടെ കാലം മുതൽ സെന്റ് തോമസ് കേരളത്തിൽ വന്നു എന്ന സമയം തൊട്ട് അന്ന് കേരളം എന്ന് പറയുന്ന ഒരു രൂപത്തിലല്ലോ, മലകൾ ഉണ്ടായിരുന്ന ഒരു കര, അതാണ് മലങ്കരയായത്. കേരളത്തെയാണ് അത് ചൂണ്ടിപ്പിക്കുന്നത്. യാക്കോബായ സഭയെ സംബന്ധിച്ച് അന്ത്യോക്യ മലങ്കര ബന്ധം കേരളത്തിൽ ഉണ്ടാവില്ല. എന്താണ് അന്ത്യോക്യ മലങ്കര ബന്ധം എന്നുള്ള വാക്ക് കേൾക്കാത്ത മലയാളി ഉണ്ടാവില്ല, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ദീർഘനാളുകളായി കേരളത്തിന്റെ വേദികളിൽ കണ്ടിട്ടുള്ള മുദ്രാവാക്യമായിരുന്നു. യാക്കോബായ സഭയുടെ നിലനിൽപ്പ് തന്നെ അന്ത്യോക്യ മലങ്കര ബന്ധം എന്നുള്ള മുദ്രാവാക്യത്തിലാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ഈ തർക്കം നമ്മൾ സ്വത്ത് തർക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും പോലും, പക്ഷേ യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബേസ് എന്ന് പറയുന്നതും അവരുടെ അന്ത്യോക്യമായിട്ടുള്ള ബന്ധം തന്നെയാണല്ലോ. ഈ സഭ ക്രമങ്ങളെല്ലാം ചിട്ടപ്പെട്ടതെല്ലാം അന്ത്യോക്യയിലുള്ള അവരുടെ പൂർവ്വപിതാക്കന്മാരാണ് എന്നുള്ളതാണ് പാരമ്പര്യം അനുസരിച്ച് പറയപ്പെടുന്നത്. ആ പാരമ്പര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഒരേ വൃക്ഷത്തിലെ ഇലകൾ തന്നെയാണ്. അതിലുള്ള തർക്കങ്ങൾ, ആഭ്യന്തര തർക്കങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിശ്വാസപരമായി യഥാർത്ഥത്തിൽ ഇത് യാതൊരു മാറ്റവും ഇല്ലാത്ത എല്ലാം 100% എന്ന് പറയുന്ന പോലെ ഒരുമിച്ച് എല്ലാം അവരുടെ പ്രാർത്ഥനാ രീതികളാണെങ്കിലും വേഷവിധാനങ്ങളാണെങ്കിലും കുർബാന മധ്യ ആലപിക്കുന്ന പാട്ടുകളാണെങ്കിൽ പോലും എല്ലാം ഒരേ രീതിയിലാണ് എന്നുള്ളതാണ്. അതിന്റെ ഉള്ളിൽ ആഭ്യന്തര തർക്കങ്ങൾ എന്നുള്ളതാണ് അത് നിയമപരമായി ഭരണഘടന പ്രകാരമാണെങ്കിൽ മറുഭാഗത്തിന്റെ പോലും
എന്താണ് പാത്രിയാർക്കീസിനെ അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അത് ഭരണഘടനാപരമായ അംഗീകാരമല്ല. അതിന്റെ അപ്പുറത്തേക്ക് ഭൗതിക അധികാരം പാത്രിയാർക്കീസിന് സഭയിലില്ല. ഇല്ല. ആരാധനാപരമായി വിശ്വാസപരമായ അധികാരമുണ്ട് എന്നുള്ളതാണ് ഈ വാദങ്ങളിലെല്ലാം തന്നെ പറയുന്നത്. 1934 ഭരണഘടനയാണല്ലോ ഈ തർക്കങ്ങൾക്കെല്ലാം തന്നെ അടിസ്ഥാനവും പിന്നീട് കോടതികളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വാലിഡ് ഡോക്യുമെന്റ് ആയി വെച്ചതും ആ ഭരണഘടനയാണ്. അപ്പോൾ അത് അവിടുത്തെ നിയമപരമായ പ്രശ്നമാണ്, തർക്ക വിഷയമാണ്. നമ്മൾ ആ തർക്ക വിഷയങ്ങളിലേക്ക് 2004 മുതൽ അതൊരു പൂർണ്ണമായ രീതിയിൽ വേറെ ഭരണഘടന ഉണ്ടാക്കി അവർ യാക്കോബായ സഭയായി തന്നെ മുന്നോട്ട് പോകുന്നു. അതെ, ഒരു സ്വതന്ത്ര സഭയാണ് എന്നുള്ള വാദമാണ്. മാത്രമല്ല നിയമപരമായ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് വിശ്വാസികളെ സംബന്ധിച്ച് അത് അവരുടെ വിശ്വാസപരമായ കാര്യമാണ്. വിശ്വാസം ഇന്ത്യൻ ഭരണഘടന വിവേക്ഷിക്കുന്ന അനുസരിച്ച് തന്നെ വിശ്വാസം ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ ഒരു വലിയ വിശ്വാസികളുടെ കൂട്ടത്തെ കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു സംവിധാനത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ കാര്യം. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ നിന്ന് 7 പ്രതിനിധി സംഘം പോയിട്ടുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് 4 പ്രതിനിധി സംഘം പോയിട്ടുണ്ട്. സർക്കാരുകൾക്ക് ഉൾപ്പെടെ അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. അതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ അവിടെ നിൽക്കുമ്പോൾ പോലും ഇത് യാക്കോബായ സഭ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സഭ എന്ന് അവർ പറയുന്ന ആ സഭയെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. ആഗമാന സിറിയൻ ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ച് പാത്രിയാർക്കീസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട 2ാമത്തെ സ്ഥാനത്തിലേക്കാണ് മഫ്രിയാനോ എന്നാണ് ആ സ്ഥാനത്തിന് പറയുന്നത്. മഫ്രിയാനോ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഗ്രിഗോറിയോസ് ജോസഫ് മെത്രാപ്പോലിത്ത ബസേലിയോസ് ജോസഫ് കാതോലിക്ക എന്ന പേരിൽ വാഴിക്കപ്പെടുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രേക്ഷകർ ആ ദൃശ്യങ്ങളാണ്, ബെയ്റൂട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.